ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വലിയൊരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കുന്ന പ്രോസസ്സിലാണ് ഞാനുള്ളത്. ആ ഒരു പ്രോസസ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിയാൻ എന്നെ പോലെ നിങ്ങളും അർഹരാണ്. എന്താണ് ആ ചോദ്യം എന്നല്ലേ? അതിനു മുന്നേ എൻ്റെ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. വിഷു കൈനീട്ടം. എത്ര പേർക്ക് വിഷു കൈനീട്ടം കിട്ടിയിട്ടുണ്ട്? കൈപ്പൊക്കൂ. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലേ? എന്നാൽ എൻ്റെ ഒരു ഓർമ്മ നിങ്ങളായിട്ട് ഷെയർ ചെയ്യട്ടെ. വിഷുവിന്റെ അന്ന് രാവിലെ കുളിച്ച് കണിയൊക്കെ ഇട്ടുണ്ട് മുതിർന്ന എല്ലാവരുടെ അടുത്തുനിന്നും ഓരോ നോട്ടുകൾ വിഷു കൈനീട്ടമായി നമുക്ക് കിട്ടുന്നു. നമ്മൾ ആ നോട്ടുകളൊക്കെ കണ്ടിങ്ങനെ ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രംഗപ്രവേശനം ചെയ്യുന്നു നമ്മുടെ അമ്മ. നമ്മുടെ കയ്യിലെ നോട്ടുകെട്ടുകളൊക്കെ അമ്മ എടുത്ത് 2-3 കളറുള്ള നോട്ടുകൾ നമ്മൾക്ക് തരുന്നു. നമ്മൾ അത് കണ്ട് ആഹ്ലാദിച്ചിരിക്കുന്നു. ബിക്കോസ് ഞാനൊരു കുട്ടിയായിരുന്നു. കളർ കണ്ട് ഞാൻ അങ്ങ് മയങ്ങിപ്പോയി. അതൊക്കെ പോട്ടെ, അമ്മ പൈസ അങ്ങ് എടുത്തു. പോട്ടെ, സാരില്ല, അമ്മയല്ലേ. പക്ഷെ പിന്നീട് വലുതായപ്പോൾ ഞാൻ ഈ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ചിന്തിച്ച വലിയൊരു കാര്യമായിരുന്നു, എനിക്ക് കിട്ടിയ വിഷു കൈനീട്ടമൊക്കെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത് എത്രയാവുമായിരുന്നു എന്ന ചോദ്യം. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ എനിക്ക് ടൈം മെഷീൻ ഒന്നും ഇല്ലല്ലോ തിരിച്ചു പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ എന്റെ കൺമുമ്പിൽ ഒരാളെ കാണുന്നത്. യെസ്, എന്റെ മോൻ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇവന് വിഷു കൈനീട്ടം കിട്ടിയ പൈസയൊക്കെ എടുത്ത് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, എന്നിട്ട് ഭാവിയിൽ നോക്കാം ഈ പൈസ എത്രയാവും എന്നുള്ളത്. അപ്പം ആ ഒരു പ്രോസസ്സാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ പ്രോസസ്സ് കഴിഞ്ഞ കൊല്ലം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ കൊല്ലം ഞാൻ നിങ്ങൾക്ക് ആ പൈസ എത്രയെന്ന് കാണിച്ചു തരാം. അതുപോലെ ഇനി എല്ലാ വർഷവും ഈ ഒരു ഏപ്രിൽ മാസം ഞാൻ ഇവന് കിട്ടിയ വിഷു കൈനീട്ടം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു അപ്ഡേറ്റ് തരുന്നതായിരിക്കും. ഓൾറൈറ്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പോലെ നിങ്ങൾ പലരും ആ ചോദ്യത്തിനുള്ള ഉത്തരം അറിയാൻ അർഹരാണ്, അല്ലെ? അപ്പൊ എന്റെ മോന്റെ വിഷു കൈനീട്ടം കിട്ടിയ പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ലാസ്റ്റ് ഇയർ ആണ് ഞാൻ തുടങ്ങിയത് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്. ലാസ്റ്റ് ഇയർ മോന്റെ 2ാമത്തെ വിഷു ആയിരുന്നു. 1ാമത്തെ വിഷുവിന് കിട്ടിയ വിഷു കൈനീട്ടം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, അത് അന്നേരം എനിക്ക് ഈ ഒരു ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഫസ്റ്റ് ടൈം പാരന്റ് ആയതുകൊണ്ട് പ്രസവശേഷം എല്ലാം ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ തന്നെ എനിക്ക് ഒരു വർഷം വേണ്ടി വന്നു. അപ്പൊ ഇവൻ ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് റെഡി ആയപ്പോഴാണ് ഈ ചോദ്യമൊക്കെ പിന്നെ എന്റെ തലയിലോട്ടേക്ക് വന്നത്. അപ്പോൾ 2ാമത്തെ വിഷു തൊട്ട് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇത് നമുക്ക് ഗോൾഡ് ആക്കാം ഈ പൈസ. അപ്പൊ ഒരു ഗോൾഡ് ETF ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. കാരണം ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാൽ വിഷു എന്ന് പറയുന്നത് ഒരു വർഷം തുടങ്ങാണ്. ഒരു എമൗണ്ട് നമുക്ക് മുതിർന്നവർ തരുന്നു, അത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കണം. അത് സ്വർണ്ണമായിട്ട് സൂക്ഷിക്കാൻ ആണ് എന്റെ മനസ്സ് അപ്പൊ പറഞ്ഞത്. അതുകൊണ്ടാണ് ഗോൾഡ് ETF ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഇത്രയും പൈസയാണ് ഇവന് കിട്ടിയത്. ശരിക്കും ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര അസൂയ തോന്നി ഇവനോട്. എനിക്കൊന്നും എന്റെ ലൈഫ് ലോങ്ങില് ഒരു വർഷം പോലും ഇത്രയും പൈസ വിഷു കൈനീട്ടമായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലായതുകൊണ്ട് എല്ലാവരുടെ അടുത്തുനിന്നും കുറച്ച് പൈസ ആയിട്ട് വിഷു കൈനീട്ടം കിട്ടിയപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് ആയി. അപ്പം ഞാൻ ആ ഒരു പൈസ മൊത്തം ഗോൾഡ് ETF ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ നിപ്പോണിന്റെ ഗോൾഡ് ബീസിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇത് ചെറിയ റൗണ്ട് ഓഫ് ഞാൻ ചെയ്തിട്ടുണ്ടാകും, കാരണം ഇത്ര യൂണിറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് ഓഫ് ആയിട്ടാണ് ഈ ഒരു എമൗണ്ടിലേക്ക് എത്തിയത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒരു വർഷം കൊണ്ട് 36% പ്രോഫിറ്റ് ആണ് എനിക്ക് ഈ ഒരു തുകയിൽ നിന്ന് ലഭിച്ചത്. കഴിഞ്ഞ വർഷം വിഷു കൈനീട്ടമൊക്കെ കിട്ടി ഏപ്രിൽ 25-നാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ഈ വർഷം ഏപ്രിലിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് വിഷു ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നിരുന്നാലും എന്റെ ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കുള്ള ജേർണിന്റെ ഭാഗമായിട്ട് കുറച്ച് എമൗണ്ട് ഈ വർഷവും വിഷു കൈനീട്ടം എന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഇയർ ഞാൻ അതിന്റെ അപ്ഡേറ്റ് തരാം. അപ്പൊ ഇത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യും, പക്ഷെ കുറച്ച് വലുതാകുമ്പോൾ ഇത് ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾക്കും അറിയുന്നുണ്ടാകും, കുറച്ച് വലിയ കുട്ടികളുടെ പാരന്റ്സ് ചിലപ്പോൾ ഇത് അഗ്രി ചെയ്യില്ല, കാരണം അവര് ആ പൈസ നമ്മൾക്ക് തരണമെന്നില്ലല്ലോ. പക്ഷെ എന്നാലും ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇവൻ ഇപ്പൊ ഒരു വിഷു കൈനീട്ട എമൗണ്ട് കിട്ടുവാണെങ്കിൽ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അത് അവൻ എടുത്താലും ആ ഒരു എമൗണ്ട് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ സെപ്പറേറ്റ് ഇൻവെസ്റ്റ് ചെയ്യും. ഇത് ഞാൻ എന്റെ മോന് വേണ്ടി ചെയ്യല്ല, ഞാൻ ഇതെന്റെ ഇന്നർ ചൈൽഡിന് വേണ്ടി ചെയ്യും. ആ കുട്ടിക്ക് ഇത് അറിയണം, ഇത് എത്ര രൂപയാവും, ഒരു 18 വയസ്സാകുമ്പോൾ എത്ര രൂപയാവുമെന്ന് എന്റെ ഉള്ളിൽ ആ ഒരു കുട്ടിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്. ഓക്കെ. അപ്പോ നിങ്ങൾ നിങ്ങളുടെ വിഷു കൈനീട്ടം, നിങ്ങളുടെ മക്കളുടെ വിഷു കൈനീട്ടമൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇതുപോലെ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് ഉത്തരം കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിഷു കൈനീട്ടമൊക്കെ നിങ്ങൾ ഇപ്രാവശ്യം എന്താണ് ചെയ്തത്? ചിലവാക്കിയോ? അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? എന്തായാലും നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്തണം. ഓക്കെ. അപ്പൊ വിഷു ഒക്കെ കഴിഞ്ഞു. അപ്പൊ വിഷു ആശംസിക്കുന്നതിൽ ഇനി അർത്ഥമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷം ഇനി അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ട് യുവർ ഇൻവെസ്റ്റ്മെന്റ് ജേർണി റൈറ്റ് നൗ. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ടേക്ക് കെയർ. ബൈ.